വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സിറാജ് പത്രം സബ് എഡിറ്റർ ജാഫർ അബ്ദുൾ റഹീം മരിച്ചു. 33 വയസ്സായിരുന്നു. ശനിയാഴ്ച പുലർച്ചെ കോഴിക്കോട് ഈസ്റ്റ് നടക്കാവിലെ സിറാജ് ഓഫീസിന് മുന്നിൽ വെച്ചാണ് അപകടമുണ്ടായത്. ഓഫീസിൽ നിന്നും ജോലി കഴിഞ്ഞ് ഇറങ്ങി ഫുട്പാത്തിലൂടെ നടക്കുന്നതിനിടെ അമിത വേഗതയിൽ എത്തിയ കാർ ഇടിക്കുകയായിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസ്, അപകടത്തിന്റെ നടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എപ്പോഴായിരുന്നു മരണം സംഭവിച്ചത്? എന്താണ് ആശുപത്രിയിൽ നിന്നും അറിയുന്ന കാര്യങ്ങൾ? പ്രജീഷ്, വളരെ ഞെട്ടിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു CCTV ദൃശ്യമാണത്. മാധ്യമപ്രവർത്തകനായിട്ടുള്ള സിറാജിലെ അബ്ദുൾ റഹീം എന്ന 33 വയസ്സുള്ള യുവാവാണ് മരിച്ചത്. ഇദ്ദേഹം ശനിയാഴ്ച രാത്രി ഇറങ്ങിയതായിരുന്നു. വയനാട് കോഴിക്കോട് ദേശീയപാതയിലൂടെ നടന്നു പോകുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. നമുക്ക് ആ CCTV ദൃശ്യത്തിൽ എന്നത് വ്യക്തമാവുന്നു. ആ സുഹൃത്തായിട്ടുള്ള അസീസും ജാഫറും ഇവർ ഒരുമിച്ചാണ് നടക്കുന്നത്. അങ്ങനെ ഫുട്പാത്തിലൂടെ നടന്നു പോകുന്നതിനിടയ്ക്ക് എതിർദിശയിൽ നിന്നെത്തിയ കാറ് വലിയ വേഗതയിലെത്തുകയും ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്തു. ഇടിയിൽ രണ്ടുപേരും തെറിച്ചുപോയി, അസീസും തെറിച്ചുപോയി, അതുപോലെ തന്നെ ജാഫറും ആ സമയത്ത് തെറിച്ചുപോയി എന്നുള്ളതാണ്. ജാഫർ ആ സമയത്ത് തന്നെ വലിയ ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. തൊട്ടടുത്ത് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. എന്നാൽ അസീസ് ഈ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുമുണ്ട്. കാര്യമായ പരിക്കുകളൊന്നും പറ്റിയിട്ടുമില്ല. ജാഫർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു ഈ മരണവും ഉണ്ടായത്. ആ കാറ് അവിടെ നിർത്തി, ഇടിച്ച കാർ അവിടെ നിർത്തി. അവർ തന്നെയാണ് പിന്നീട് ഈ മാധ്യമപ്രവർത്തകനായിട്ടുള്ള ജാഫർ അബ്ദുൾ റഹീമിനെ എടുത്ത് ആശുപത്രിയിലേക്കും മറ്റും എത്തിച്ചത്.